ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വയ്യക്കറിയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ അക്കരത്തിനെ കുറിച്ചുള്ള വീഡിയോ അല്ല. നമ്മൾ അക്കരത്തിൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമ്മൾ ഈ ഒരു റെഡ്മിയുടെ മീ പ്യൂരിഫയറിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് വരുന്ന RO വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ അക്കരത്തിൽ വെള്ളം നിറയ്ക്കാറ്. ഇപ്പോൾ അതിനൊരു ചെറിയൊരു പ്രശ്നം, ഇപ്പോഴല്ല, ഒരു 1.5-2 മാസമായിട്ടൊരു പ്രശ്നമുണ്ട് അതിന്. വേറെ ഒന്നല്ല, ഇതിന്റെ വാട്ടർ ടാങ്കിൽ വെള്ളം, ഇത് 7 ലിറ്റർ കപ്പാസിറ്റി വരുന്ന പ്യൂരിഫയർ ആണ്. പക്ഷെ ഒരു 4 ലിറ്റർ വരെ വെള്ളം നിറയുള്ളൂ. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്യൂരിഫയർ വർക്ക് ചെയ്യുന്നത് കട്ട് ഓഫ് ആകും. അപ്പോൾ ആകെ 4 ലിറ്റർ വെള്ളം മാത്രമേ ഇതിനകത്ത് സ്റ്റോർ ആയി ഇരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു 3-4-5 കുപ്പി നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, വീട്ടിൽ എല്ലാവരും ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 3-4 പേര് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഉണ്ടാവില്ല, പിന്നെ ഫിൽട്ടർ ചെയ്ത് വരണം. അപ്പോൾ അതിന് ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ ഒരു 7 ലിറ്ററെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും നടക്കൂ. അപ്പോൾ ഈ പ്യൂരിഫയറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ സെൻസർ കംപ്ലൈന്റ് ആണ്. അതായത് വാട്ടർ ടാങ്കിലത്തെ വെള്ളത്തിന്റെ ലെവല് ചെക്ക് ചെയ്യുന്ന സെൻസർ കംപ്ലൈന്റ് ആണ്. അപ്പോൾ അത് മാറ്റിയാലാണ് ഈ പ്രശ്നം സോൾവ് ആവുള്ളൂ. അപ്പൊ അത് മാറ്റാൻ വേണ്ടി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്, റെഡ്മിക്കാര് ഈ ഒരു പ്യൂരിഫയർ ഇപ്പോൾ സെയിലിന് ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ പാർട്സ് ഒന്നും കിട്ടാൻ ഇപ്പോൾ അവൈലബിൾ അല്ല. ഈ ഫിൽട്ടർ കിട്ടും, ഈ കാണുന്ന ഈ PPC RO PAC ഫിൽറ്റേഴ്സ് കിട്ടും, പിന്നെ അതിന്റെ അഡാപ്റ്റേഴ്സ് കിട്ടും, പിന്നെ വേറെ കുറെ സാധനങ്ങളൊന്നും ഇതിന്റെ കിട്ടാനില്ല. അപ്പോ നമ്മൾ അറിഞ്ഞത്, ഇനിയിപ്പോ ഇത് ഒന്നില്ലെങ്കിൽ എടുത്ത് കളയുക, അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ ഉപയോഗിക്കുക, അതാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ വാട്ടർ ലെവൽ സെൻസർ നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോ നമ്മളിപ്പോ ഇത് ഇനിയിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു വാട്ടർ ലെവൽ സെൻസർ ആണിത്. ഇത് ഡബിൾ സൈഡ് സെൻസർ ആണ്. അതായത് ഇതിന്റെ ഈ ഒരു സൈഡും സെൻസ് ചെയ്യും, ഈ ഒരു സൈഡും സെൻസ് ചെയ്യും. അത് മാത്രമല്ല, ഇതിനകത്ത് 3 ലൈൻ വയറാണ് വരുന്നത്. ബ്ലാക്ക്, ഗ്രീൻ, റെഡ്, ഇത് വയറാണ് വരുന്നത്. ഇതിന്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഇതിന്റെ ഈ ബ്ലാക്ക് കളർ വയറ ഇതിന്റെ ഒരു സെൻട്രൽ ലൈൻ, അതായത് ഈ ഒരു മാഗ്നറ്റിലേക്ക് ആണെന്നുള്ള രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ റെഡ് കളർ വയറ ഇതിന്റെ എവിടേക്കാണ്, താഴോട്ട്, അതായത് താഴത്തെ കണക്ഷനിലേക്കാണ് ഇതിന്റെ റെഡ് കളർ വയർ വരുന്നത്. അതുപോലെ ഇതിന്റെ മുകളിലത്തെ ഒരു സെക്ഷൻ വരുന്നതെന്ന് പറയുന്നത് ഗ്രീൻ കളർ വയറ. അങ്ങനെ ഒരു കാൽക്കുലേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷനിലാണ് നമ്മൾ ഇതിനകത്തേക്ക് ഈ ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത് പ്യൂരിഫയർ അഴിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ തപ്പി കഴിഞ്ഞാൽ കിട്ടും. ഞാനിപ്പോൾ അതൊന്നും ഇവിടെ പറയുന്നില്ല. ഇതിന്റെ സെൻസർ, ആക്ച്വൽ സെൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ആക്ച്വൽ സെൻസർ റെഡ്മിക്കാര് ഡിഫോൾട്ട് ആയിട്ട് വരുന്ന സെൻസർ ഇതാണ്. നമുക്കിത് ഇവിടുന്ന് റിമൂവ് ചെയ്ത് ഈ സെൻസറിനകത്ത് വെക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ രണ്ട് ടൈപ്പ് സെൻസറാണ്. അപ്പോൾ നമുക്കിത് ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. റിമൂവ് ചെയ്തതിന്റെ അടിയിൽ വലിയൊരു ഹോളാണ്. ആ വെള്ളം ഡയറക്റ്റ് ഇങ്ങനെ വെള്ളത്തിന്, ഇത് ടാങ്കാണ്, വാട്ടർ ടാങ്കാണ് വരുന്നത്. ഈ ടാങ്കിൽ ഈ വെള്ളം നിറഞ്ഞ് നേരെ അടിയിലേക്ക് വന്നതിനൊക്കെ ആകാൻ നിറയും. അപ്പോൾ നമുക്കിത് ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല, അഡീഷണൽ ആയിട്ട് ഇത് വെക്കാനേ പറ്റത്തുള്ളൂ. ഇതിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്, ഇത് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഇതാണ്, ഈ ഒരു പോയിന്റ്, ഇതാണ് ഇതിന്റെ ഇത് വരുന്നത്. അതായത് ഈ വാട്ടർ ലെവൽ സെൻസറിന്റെ കണക്ഷൻ ഇതിലേക്കാണ് വരുന്നത്. അത് ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് ആ കണക്ഷൻ. അത് മൂന്ന് പോയിന്റ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കറക്റ്റ് ഏകദേശം കാണാൻ പറ്റുമായിരിക്കും. ഇത് വാട്ടർ ലെവൽ കണ്ടോ, വാട്ടർ ലെവല്, ഗ്രൗണ്ട്, സെന്റർ, ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സെന്ററിലത്തെ കണക്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സെൻസറിന്റെ നെഗറ്റീവ് അല്ല, ബ്ലാക്ക് കളർ വയറാണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മോളിത്തേൽ നമ്മൾ ഗ്രീൻ ആണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മളെ 3 എന്ന് എഴുതിയിരിക്കുന്നതിന്റെ അവിടേക്ക് ഗ്രീൻ കളർ. ഏറ്റവും താഴെ നമ്മൾ കണക്ട് ചെയ്യാതിരിക്കുന്നത് നമ്മൾ റെഡ് കളർ വയറാണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെന്ററിലത്തെ, അതായത് നമ്മളൊരു ലൈനായിട്ട് കൂട്ടിക്കോ, സെന്റർ ലൈനിൽ കൂട്ടിക്കോ, ലൈനും ഈ മോണിത്തെ കണക്ഷനും തമ്മിൽ ഷോർട്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം വരുന്നത് സ്റ്റോപ്പ് ആവും, അതായത് പ്യൂരിഫയർ സ്റ്റോപ്പ് ആവും. അതേപോലെ തന്നെ ഈ സെന്ററിലത്തെ ലൈനും ഈ താഴെ ഗ്രൗണ്ട് എന്ന് എഴുതിയിരിക്കുന്ന ഒരു കണക്ഷനും തമ്മിൽ ഷോർട്ട് ആവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം ഫിൽട്രേഷൻ സ്റ്റാർട്ട് ആവും. അതാണ് അതിന്റെ ഫംഗ്ഷൻ. അപ്പൊ നമ്മളിത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു സെന്ററിൽ നമ്മളെ പറഞ്ഞ പോലെ ആ സെൻസറിന്റെ സെന്റർ ലൈനായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ബ്ലാക്ക് കളർ വയറ നമ്മൾ ഈ സെന്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. മുകളിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ ഗ്രീൻ കളർ വയർ കണക്ട് ചെയ്യുന്നു. താഴോട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വയറ റെഡ് കളർ വയറാണ്. അതായത് ഈ 3 ലൈൻ
ഈ മൂന്നിലേക്ക് അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയായിരിക്കും ഇതിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ചെയ്തിരിക്കും, നമുക്ക് ഇതിനകത്തേക്ക് തിരിച്ച് കയറ്റി വയ്ക്കാൻ. ഇതാണ് നമ്മൾ പഴയ സെൻസർ, അതായത് ഈ വരുന്ന സെൻസറിന്റെ കണക്ഷൻ. ഇതും ഒരു 3 ലൈൻ തന്നെയാണ് വരുന്നത്, ഇതും 3 ലൈൻ കണക്ഷൻ തന്നെയാണ് വരുന്നത്. അപ്പൊ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തു. അതായത് ഈ ഒരു പോർഷനാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറാം, അതായത് ഈ ഒരു പോർഷനാണ് ഇതിന്റെ അകത്തേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാം. അപ്പൊ ഞാനത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു 3 വയറ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തു. അപ്പൊ ഇതിലേക്കാണ് നമ്മളിപ്പോ സെൻസർ, ഇപ്പൊ പുതിയ സെൻസർ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്, നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷമുള്ള ഒരു വീഡിയോ ഞാനിപ്പോ ഇത് പിന്നാലെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വാട്ടർ ടാങ്കിന്റെ മുകളിലത്തെ മൂടിയാണ്. ആ മൂടിയുമ്പോൾ ഞാൻ ചെറിയൊരു ഹോൾ അടിച്ചിട്ട് അതിനകത്തേക്ക് ഈ സെൻസർ ഇറക്കി വെച്ചേക്കാണ്. ഇത് അവിടെ ഒരു ചെറിയ ഹോൾ അടിച്ച് അതിനകത്തേക്ക് സെൻസർ ഇറക്കി വെച്ചേക്കാണ്. ഈ മുകളിലത്തെ മൂടിയാണത്. അപ്പോൾ അതിന്റെ വയറാണ് ഇതിപ്പോൾ ഇങ്ങനെ വന്ന് വീണ് കിടക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാനത് കാണിച്ചു തരാം, കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ പഴയ സെൻസറിന്റെ 3 വയറ് വന്ന സംഭവമാണ്. അതിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പീസാണ് ഇത്. ഈ കാണുന്ന ഒരു പീസാണ്, ജാക്കാണ് അതിൻ്റെ ഒരു ജാക്ക്. അപ്പൊ ആ ജാക്കിലേക്ക് ഞാനിപ്പോ നമ്മുടെ പഴയ സെൻസറിന്റെ, അതായത് ഇത് പഴയ സെൻസറിന്റെ ബ്ലാക്ക് വയറാണ്. ആ ബ്ലാക്ക് വയറ നേരിട്ട് പോയി അതിന്റെ സെന്റർ ലൈനിലേക്കാണ് കണക്ട് ആയിരിക്കുന്നത്. അതുപോലെ ആ സെൻസറിന്റെ ഗ്രീൻ വയറ ഈ ഒരു ജാക്കിന്റെ മൂളിത്തേലേക്കാണ് കണക്ട് ആയി എടുക്കുന്നത്. അതുപോലെ തന്നെ ആ സെൻസറിന്റെ റെഡ് അത് നേരെ നമ്മുടെ ജാക്കിന്റെ ഏറ്റവും താഴേക്ക്. ഈ ജാക്ക് ഇതിന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്, അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഓൺ ആക്കി നോക്കാം, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. എനിക്കും ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളൂ, വർക്ക് ചെയ്യണോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്കും ഒരു ഡൗട്ട് ഉണ്ട്. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നോർമലായിട്ട് നമ്മൾ പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ഇത് ഫിൽട്രേഷൻ സ്റ്റാർട്ട് ആകും. അപ്പോൾ നമ്മൾ പവർ ഒന്ന് ഓൺ ആക്കി നോക്കാം. ഓക്കെ, ഫിൽട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ മോട്ടോർ വർക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കാം. നമ്മൾ ഫിൽട്ടർ ചെയ്ത വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇതിനകത്തേക്ക് വീഴുക. അപ്പോൾ നമ്മുടെ UV ലൈറ്റ് വർക്ക് ആവുന്നുണ്ട്. ഫിൽട്ടർ ചെയ്ത വെള്ളം കുറച്ച് വരെ ഇച്ചിരി സമയമുണ്ട്, കാരണം അതിൻ്റെ ഫിൽറ്ററുകളൊക്കെ കുറച്ച് പഴക്കമുള്ളതാണ്, അപ്പോൾ ഇച്ചിരി സമയം പിടിക്കും. ഓക്കെ, നമ്മൾ ഫിൽട്ടർ ചെയ്ത വെള്ളം വന്നു തുടങ്ങി. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് പവർ ഇതിപ്പോൾ ഓൺ ആക്കുമ്പോൾ ഡിഫോൾട്ടായിട്ട് ഇത് ഫിൽട്രേഷൻ സ്റ്റാർട്ടായി. ഇനിയാണ് നമ്മൾ ഈ സെൻസറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിലേക്ക് വരുന്നത്. ഇപ്പം ഇത് നോർമലായിട്ട് ഇപ്പം ഇതിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഈ ഒരു റിങ്, അതായത് ഈ ഒരു ബാഗ്നെറ്റിൻ്റെ ഈ ഒരു പീസ് ഏറ്റവും മുകളിലെത്തുമ്പോൾ നോർമലായിട്ട് ഈ ഫിൽട്രേഷൻ സ്റ്റോപ്പ് ആവണം. ഏറ്റവും മുകളിലെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ ടാങ്കിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് വന്ന് ഇവിടെ എത്തുമ്പോൾ ഈ സംഭവം ഇവിടെ എത്തും, ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫിൽട്രേഷൻ സ്റ്റോപ്പ് ആവും. അതാണ് ഒരു ഫംഗ്ഷൻ വരുന്നത്, ഒന്നാമത്തെ ഒരു ഫംഗ്ഷൻ. നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഇത് പുറത്തിറക്കി വെച്ചിട്ട് നമുക്കിത് ഈ ഒരു റിങ് നമുക്കവിടെ മുട്ടിച്ച് നോക്കാം. അപ്പം മുട്ടിക്കുമ്പോൾ ഇത് നിൽക്കണം, ഫിൽട്രേഷൻ നിൽക്കണം, അതാണ് വേണ്ടത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫിൽട്രേഷൻ സ്റ്റോപ്പായി. പമ്പ് ഇപ്പോൾ വർക്കാവുന്നില്ല, ഫിൽട്രേഷൻ സ്റ്റോപ്പായി. അപ്പം നമ്മൾ ആ ഒരു ഫംഗ്ഷൻ വർക്കാവുന്നുണ്ട്. അതായത് വാട്ടർ ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ ഫിൽട്രേഷൻ സ്റ്റോപ്പ് ആവണ ഫംഗ്ഷൻ വർക്കാവുന്നുണ്ട്. പ്യൂരിഫയർ ഓൺ ആണ് താനും, ഇത് വൈഫൈയുടെ എംബ്ലോക്കും കത്തുന്നുണ്ട്. അപ്പോൾ വെള്ളം നിറയുമ്പോൾ ഓഫ് ആവണ ഒരു ഫംഗ്ഷൻ വർക്കാവുന്നുണ്ട്, വെള്ളമൊന്നും വരുന്നില്ല. ഓക്കെ, ഇത് UV ലൈറ്റ് വർക്കാവുന്നുണ്ട്. അപ്പം ഇനി അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ ഈ ഒരു ടാങ്കിലത്തെ വെള്ളം കുറഞ്ഞ് വന്ന് ഈ ഒരു ലെവലിലെത്തുമ്പോൾ ഫിൽട്രേഷൻ സ്റ്റാർട്ട് ആവണം. നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ കുറഞ്ഞ് വന്ന് ഇവിടെ എത്തുമ്പോൾ ഫിൽട്രേഷൻ സ്റ്റാർട്ട് ആവേണ്ടതാണ്. ഓക്കെ, ഫിൽട്രേഷൻ സ്റ്റാർട്ടായി. മോട്ടോർ വർക്കിന് സൗണ്ട് ഇപ്പോൾ കേൾക്കാം. വെള്ളം വന്നു തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇനിയിപ്പോൾ ഈ സംഭവം ഡയറക്റ്റ് നമ്മൾ ഇതിന് മുകളിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അത്രേ ഉള്ള കാര്യം. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. അതായത് നമ്മൾ സർവീസ് സെൻ്ററിൽ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ ഈ ഒരു സെൻസർ ഇപ്പോൾ അവൈലബിൾ അല്ല, അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ സെൻസർ വരുന്നില്ല.
പലരും ചെയ്യുന്നത് ഇത് നിറയുമ്പോൾ എന്താ പറയുക, അലാറം അടിക്കുന്ന ഒരു സിസ്റ്റം വെച്ചേക്കാണ്. അപ്പോൾ ഓടിപ്പോയിട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പലരും ചെയ്തിരിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ യൂട്യൂബിൽ കുറേ തപ്പി, ആരും ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളൊരു വീഡിയോ ഇട്ടത്. കാരണം ഒരു 2-3 വർഷം പഴക്കമുള്ള ഒരു പ്യൂരിഫയർ നമ്മൾ അത് എന്തെങ്കിലും സാധനം കംപ്ലൈന്റ് ആകുമ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ പാർട്സ് അവൈലബിൾ അല്ല എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 12,000-13,000 രൂപ കൊടുത്ത് മേടിച്ചൊരു സംഭവമാണ്. ഞാൻ റെഡ്മിക്കാര് ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. അത് അന്ന് അറിയണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഫിൽറ്റർ വാങ്ങിക്കില്ലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും മേടിച്ചു പോയി. ഫിൽറ്റർ നല്ല ഫിൽറ്ററാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫിൽറ്ററാണ്. കാരണം നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആപ്പിൽ അറിയാം. വേറൊരു ഫിൽറ്ററും എൻ്റെ അറിവിൽ അന്ന് മേടിക്കുമ്പോൾ ഇല്ല. അപ്പോൾ ആ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്യൂരിഫയർ അങ്ങനെ മേടിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു പണി കിട്ടി. പക്ഷെ അതിപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ നമുക്കിത് റെക്ടിഫൈ ചെയ്തു നമ്മൾ. അപ്പോൾ ഇത് ഈ പ്യൂരിഫയറിന് ഈ സെൻസർ കിട്ടാത്തതുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വന്നത്. പിന്നെ ഇത് പ്യൂരിഫയർ മാറ്റാൻ വേണ്ടി ഞാൻ നോക്കി. അപ്പോൾ മാറ്റാൻ പോയപ്പോൾ അവർ പറയുന്നത് 1000 രൂപ തരാമെന്നാണ്, ഈ ഫിൽറ്ററിന് 1000 രൂപ തരാമെന്നാണ് പറയുന്നത്. പിന്നെ പുതിയ ഫിൽറ്റർ വേറെ മേടിക്കണം, അതിന് ഈ റേറ്റ് സെയിം ഏകദേശം റേറ്റ് തന്നെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴെന്താണ് ഒന്ന് അഴിച്ച് നോക്കിയാലോ എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ അടിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആക്ച്വലി ഒരു അക്വേറിയത്തിന്റെ ഒരു ചാനലാണ്. ഞാൻ ഇതൊരു സംഭവം ഇങ്ങനെ കണ്ടപ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. നമ്മുടെ ചാനൽ മെയിൻ ഫോക്കസ് അക്വേറിയമാണ്. അപ്പം ഇങ്ങനെ ചില ടിപ്സുകൾ വന്നപ്പോൾ ഞാൻ അതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു ചാനൽ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പിന്നെ ഇതാണ് അതിൻ്റെ ഒരു അതായത് ഈ സെൻസറിന്റെ ഏകദേശമുള്ളൊരു സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഇത് സെൻസറിന്റെ മോൾവശം എന്ന് പറഞ്ഞാൽ പ്ലസ് ആയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ പ്ലസ് ഇങ്ങനെ വന്ന് നമ്മുടെ ആ ജാക്കിന്റെ ഏറ്റവും മോൾവശം പ്ലസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സെൻട്രൽ പോർഷൻ ലൈൻ, അത് ലൈനായിട്ട് ആ ജാക്കിന്റെ സെൻട്രൽ ലൈൻ, ഇത് മറ്റേ ജാക്കിന്റെ ഏറ്റവും അവസാനത്തെ 3ാമത്തെ ലൈൻ. ഈ പ്ലസ് അതുപോലെ തന്നെ എല്ല്, ഈ മൈനസ് എന്ന് പറയുന്നത്, ഈ പ്ലസ് എന്ന് പറയുന്നത് ഗ്രീൻ ആണ്, മൈനസ് എന്ന് പറയുന്നത് റെഡ് ആണ്, എല്ല് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ഇതാണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ വരുന്നത്. അതായത് എല്ലും അത് ലൈൻ എന്ന് പറയുന്നത് ബ്ലാക്കും അത് പ്ലസ് എന്ന് പറയുന്നത് ഗ്രീൻ. ഇത് രണ്ടും കൂടി ഷോർട്ടായ സ്റ്റോപ്പ് ആവും ഫിൽട്രേഷൻ. അതുപോലെ തന്നെ ഈ പറയുന്ന ബ്ലാക്ക് വയറും അതുപോലെ തന്നെ റെഡ് വയറും തമ്മിൽ ഷോർട്ടായി കഴിഞ്ഞാൽ ഫിൽട്രേഷൻ സ്റ്റാർട്ട് ആവും. ഇത് പുതിയ സെൻസറിന്റെ ഒരു സർക്യൂട്ടാണ്. പഴയ സെൻസറിന്റെ സർക്യൂട്ട് ഉണ്ട്, പക്ഷെ അത് ഇപ്പൊ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. കാരണം അതിന്റെ സെൻസർ ഇപ്പൊ കിട്ടാനില്ല. അപ്പൊ പിന്നെ അതിന്റെ സർക്യൂട്ട് കിട്ടിയിട്ട് കാര്യമില്ല. ഇത് വളരെ സിമ്പിൾ ഒരു പരിപാടിയാണ്. ഇത് ഈ ഒരു സെൻസർ, പക്ഷേ ഈ സെൻസർ നമുക്ക് ഇനിയിപ്പോ ഇത് കണക്ട് ചെയ്തിപ്പോ വെച്ചാലും നമുക്ക് ഈ സെൻസർ ഊരാൻ പറ്റില്ല. കാരണം ഈ സെൻസറിന്റെ അകത്ത് വാഷൊക്കെ ആയിട്ട് വരണതാണ്. ഈ സെൻസർ ഊരി കഴിഞ്ഞാൽ ഫുൾ വെള്ളം ഇതിന്റെ ഉള്ളിലേക്ക് പോകും വരാം. അപ്പൊ ആ സെൻസർ എന്തായാലും നമുക്ക് ഊരാൻ പറ്റില്ല. ഞാൻ ഈ ചെയ്തതിന്റെ ഒരു മെയിൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫിൽറ്ററുകളൊക്കെ മാറ്റാൻ സമയമായി. ഒരു 4000 രൂപയോളം വരും ഈ 3 ഫിൽറ്ററിനും. ഈ 4000 രൂപ മുടക്കി ഈ 3 ഫിൽറ്റർ മാറ്റി കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു സെൻസറിന്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആകെ പെട്ടുപോകും. അപ്പോൾ ഇതേപോലെ ചെയ്ത് ഇങ്ങനെ ഈ ഒരു പരിപാടി സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് ഫിൽറ്റർ 3-4,000 രൂപയ്ക്ക് മാറ്റിയാലും കുഴപ്പമില്ല. നമുക്കിത് കുറച്ച് നാളും കൂടി കൊണ്ട് നടക്കാം. അപ്പോൾ അത് ഫിൽറ്റർ മാറുന്നേക്കാളും മുമ്പ് ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സംഭവം സക്സസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഈ 3 ഫിൽറ്റർ 4,000 കൊടുത്ത് മാറ്റിയാലും പ്രശ്നമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇതാണ് നമ്മുടെ പ്യൂരിഫയർ സെൻസർ പിടിപ്പിച്ചതിന് ശേഷമുള്ള അവസ്ഥ. നമ്മുടെ സെൻസർ വരുന്നത് ഇതിന്റെ മുകളിലാണ്. ഇതിന്റെ മുകളിൽ നമ്മളൊരു ഹോൾ അടിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഡ്രില്ലിംഗ് മെഷീൻ വെച്ചാണ് ഹോൾ അടിച്ചിരിക്കുന്നത്. ഹോളിൽ കൂടെ എടുത്തിട്ട് നമ്മൾ സൈഡിൽ കൂടെ ഇങ്ങനെ വിട്ട് നമ്മൾ ഇതിന്റെ അകത്തേക്ക് തന്നെ നമ്മളൊരു ഹോൾ അടിച്ച് ഡ്രില്ലിംഗ് മെഷീൻ ഹോൾ അടിച്ച് ഇതിനകത്ത് കയറ്റി മറ്റേ പഴയ ജാക്കിൽ നമ്മൾ കണക്ട് ചെയ്തത് നേരത്തെ പറഞ്ഞ പോലെ വെച്ചേക്കാണ്. അപ്പൊ പുറത്തേക്ക് ഒരു വൃത്തികേടുകളും ഇല്ല. നമ്മൾ ഈ ഒരു സംഭവം ചെയ്ത് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് ആമസോണിന് ഈ സെൻസറിന് ഒക്കെ 400-450 രൂപ ഡെലിവറി ചാർജ് അടക്കം 500 രൂപയ്ക്ക് താഴെ മാക്സിമം നമുക്ക് വരുന്നുള്ളൂ. നമുക്ക് ഈ ടെക്നീഷ്യന്മാർ പറയണ പോലെ സെൻസർ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് വറി ചെയ്യണ്ട. നമുക്ക് ഈ ഒരു സംഭവം വെച്ച് നമുക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാം. വലിയൊരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അത്യാവശ്യം കുറച്ച് ലോജിക്ക് അറിയാവുന്ന വ്യക്തിക്ക് സിമ്പിൾ ആയിട്ട് ഈ സംഭവം അഴിച്ച് സുഖമായിട്ട് ഇത് കണക്ട് ചെയ്ത് പഴയ പോലെ പക്ക വർക്കിംഗ് ആക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.